ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അശ്വിൻ വരുന്ന സമയത്ത് എല്ലാവരും അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് അശ്വിൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തൊട്ട് പിന്നാലെ പുറകിലേക്ക് നോക്കുമ്പോൾ ലാവണ്യ വരുന്നത്. ലാവണ്യ വരണ കാണുമ്പോഴേക്ക് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശിക്ക് ഒഴിച്ചിട്ട് മുത്തശ്ശി ഒരു പുച്ഛഭാവത്തോടു കൂടി തന്നെ ലാവണ്യനെ നോക്കുവാണ്. ലാവണ്യ അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും നമ്മുടെ മനോരമയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി പെട്ടെന്ന് തന്നെ ലാവണ്യ എടുത്ത് പോകുന്നുണ്ട്. കുഞ്ഞ, നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, നീ ലാവണ്യനെ വിളിച്ചോണ്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ASR തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്, വിളിച്ചോണ്ട് വന്നത് എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് എന്തായാലും നീ നല്ല സമയത്തിനാണ് ലാവണ്യ വരുന്നത്, പൂജയ്ക്കുള്ള സമയമായിരുന്നു, ആ സമയത്ത് തന്നെയാണ് നീ വന്നത് അല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ ലാവണ്യനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മനോരമയും കൂടി അകത്തേക്ക് കയറണം. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ലാവണ്യ നിൽക്കുമ്പോൾ അഞ്ജലി മുത്തശ്ശിയുടെ കാലിൽ ഇങ്ങനെ വീട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ ഇങ്ങനെ കാലിലൊക്കെ തൊട്ടുവിടുമ്പോൾ ശരി ശരി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ അവിടുന്ന് പോവാട്ടോ. നോക്ക് ആകാശ്, മീറ്റിംഗ് ഇന്ന് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, നീ എന്തായാലും കറക്റ്റ് സമയത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്. അശ്വിൻ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നോക്ക് ലാവണ്യ, കുഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതും ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ കല്യാണത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല, കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുവാണ്. ശേഷം കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ എപ്പോഴും അശ്വിൻ സാറാമിനെ കുറിച്ച് ആലോചിക്കുന്നത് അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിനെ ലാവണ്യെ കെട്ടിപ്പിടിച്ചപ്പോൾ അശ്വിന് ലാവണ്യനെ കെട്ടിപ്പിടിച്ച് നോക്കിയ ഭാഗമുണ്ടല്ലോ, അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി വിചാരിക്കുന്നുണ്ട്, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച എനിക്കിപ്പോൾ എന്താണ്, ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ ഒന്നാക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്, പിന്നെ അവർ ഒന്നായപ്പോൾ ഞാനതിനെങ്ങനെ അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പരസ്പര ബന്ധുരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് അമ്മായി അവിടേക്ക് വരുന്നുണ്ട്. അമ്മായി ശ്രുതിനൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. പക്ഷേ വീണ്ടും ശ്രുതി അങ്ങനെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലാവണ്യനെയാണ്. ലാവണ്യ സാരിയെ കൊടുത്തിട്ട് ഇങ്ങനെ വരുക കേട്ടോ. വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ രാമൻ ചേട്ടൻ അവിടെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഹാരമൊക്കെ ഒരു കിറ്റിലാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ലാവണ്യ, ഇതെന്താ ഈ പൂമാല ഇവിടെ വെച്ചേക്കണത്, പൂമാല വെക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ലാവണ്യ പൂമാല എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശേഷം അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മൾ മനോരമ പറയുന്നുണ്ട്, എന്തായാലും ലാവണ്യ ബേബി നീ തിരിച്ചു വരണമെന്ന് ഒരുപാട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തായാലും തിരിച്ചു വന്നല്ലോ, വലിയ സന്തോഷം. നീ തിരിച്ചു വന്നതുകൊണ്ട് എൻ്റെ ആകാശമോൻ്റെ കല്യാണം എന്തായാലും നടക്കും. ഇനിയിപ്പോൾ നിൻ്റെയും അശ്വിൻ്റെയും വിവാഹം നടക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആകാശമോനെ നല്ല പണക്കാരിയായിട്ടുള്ള ദേഹം മുഴുവൻ സ്വർണ്ണം ഇട്ട് വരുന്ന ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അധികം മനക്കോട്ടൊന്നും കേട്ടിണ്ട മനോരമ എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുവാണ്. വന്നു ഓൾഡ് ലേഡി, എന്ത് നല്ല കാര്യം പറഞ്ഞാലും കല്യാണത്തെ കാര്യം പറഞ്ഞാൽ അപ്പം മുടക്കാൻ വേണ്ടി വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ലാവണ്യ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കുള്ളൂ. ഈ വീട്ടിലെ കല്യാണക്കാരും ആരെന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടോ, പക്ഷേ അവസാന തീരുമാനം എൻ്റെ ആയിരിക്കും, ഞാൻ പറയണ പോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോരമ ലാവണ്യയുടെ ചെവി വന്ന് പറയുന്നുണ്ട്, ഈ ഓൾഡ് ലേഡി ഉണ്ടല്ലോ, ഓൾഡ് ലേഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. ഇവർ മരിച്ച് മണ്ണടയാണ്ട് ഇവിടെ ആരുടെ കല്യാണം നടക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് മനോരമ പറയുമ്പോഴേക്കും എടുത്ത വായിക്ക് ലാവണ്യ കുറച്ച് ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇപ്പം എത്ര വയസ്സായി എന്ന് ചോദിക്കുവാണ്. അത് കേൾക്കണത് മുത്തശ്ശി വരുന്നുണ്ട് പറയുന്നുണ്ട്, ലാവണ്യെ, എൻ്റെ വയസ്സ് നീ കൂട്ടിയാൽ കൂടില്ല, എന്തായാലും നിൻ്റെ വയസ്സിനേക്കാളും 3-4 ഇരട്ടി കൂടുതലാണ് ലാവണ്യ എൻ്റെ വയസ്സ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോകുക കേട്ടോ. മുത്തശ്ശി പോയി കഴിയുമ്പോഴേക്കും മനോരമ പറഞ്ഞിട്ട്, എന്തൊരു ചെവിയാണ് ആ ഓൾഡ് ലേഡിക്ക് എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, എന്തിനാ ലാവണ്യ നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയത്, ആ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കേട്ടിട്ട് അവിടെ നിന്ന് നമ്മുടെ മോഹനേട്ടനും അതുപോലെ തന്നെ ആകാശമൊക്കെ അവിടെ നിന്ന് പോകുവാണ് ആ സംസാരം കേട്ടിട്ട്. അതിനുശേഷം വീണ്ടും ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആയിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
തേങ്ങ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി അടുക്കളയിൽ നിന്ന് പറയുന്നുണ്ട്, ശ്രുതി തേങ്ങ എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രുതി ഒന്നും കേൾക്കുന്നില്ല. എന്നാലും അവർ രണ്ടുപേരും ഒന്നിച്ചേലേ ഞാനിതിങ്ങനെ വിഷമിക്കണത്, ഞാനിതിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ തേങ്ങ പിടിച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അമ്മായി വീണ്ടും പറയണത്, ശ്രുതി നീ തേങ്ങ കൊണ്ടുവരൂ എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ ശ്രുതി, എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണ? ആ ശ്യാം സാറോ? ഒന്നുമില്ല സർ, ദേ അമ്മായി തേങ്ങ കൊണ്ടുവന്ന് ഒരുപാട് നേരം പറയണത്, ഞാൻ അപ്പുറത്തുനിന്ന് കേട്ട് വന്നല്ലോ എന്ന് പറയാണ്. ഇതാണ് തേങ്ങ കയ്യിലുള്ളത്, ഇത് അമ്മായിക്ക് കൊടുക്കാനേ അമ്മായി പറഞ്ഞതെന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. എന്താ ശ്രുതി നിനക്ക് പറ്റിയെന്ന് ശ്യാം ചോദിക്കുമ്പോൾ, അല്ല ശ്യാം സർ, എനിക്ക് പെട്ടെന്ന് വല്ലാത്ത വിഷമോ, പെട്ടെന്ന് വല്ലാത്ത സങ്കടമോ, വല്ലാത്തൊരു മനസ്സിന് സന്തോഷമോ, ചില സമയത്ത് സന്തോഷം വരും, ചില സമയത്ത് സങ്കടം വരും, എനിക്ക് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ശ്യാം സാർ എന്ന് പറയുമ്പോൾ, ആ ശ്രുതിക്ക് എന്താ സംഭവിക്കണമെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മനസ്സിൽ ശ്യാം വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതി എന്നെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി, അവളുടെ മനസ്സിൽ പ്രണയം തുടങ്ങിക്കഴിഞ്ഞു. ശ്രുതി മോളെ, നിന്നെ ഞാൻ പ്രണയത്തിൻ്റെ അങ്ങേ അപ്പുറം എത്തിക്കും എന്ന് പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം അമ്മായി വരുന്നുണ്ട്. മോളെ ശ്രുതി, നീ ഈ ചായ കൊണ്ടുപോയിട്ട് പ്രീതിക്ക് കൊടുത്തേ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ശ്രുതി ആ ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ചായ കുടിച്ചിട്ട് ശ്രുതി പ്രീതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചേച്ചി ഇന്ന ചായ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. പ്രീതി ചായ മേടിക്കുമ്പോഴാണ് നോക്കണേ, ഇതിൽ ചായ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അയ്യോ സോറി ചേച്ചി, അതിലെ ചായ ഞാൻ കുടിച്ചു, ആക്ച്വലി ചേച്ചിക്ക് തരാൻ വേണ്ടിയിട്ടാണ് അമ്മായി കപ്പിൽ ചായ തന്നത്. അപ്പം നീ അത് കുടിച്ചിട്ട് ആണല്ലേ കൊണ്ടുവന്ന് തന്നതെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് കൊണ്ടുവന്നതാ. എന്താ ശ്രുതി, എന്താ നിനക്ക് പറ്റിയത്, നിനക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ശ്രുതി എന്ന് പറയുമ്പോൾ, ടെൻഷനൊന്നും ഇല്ല ചേച്ചി, എനിക്കെന്തോ വല്ലാത്തൊരു പെട്ടെന്നൊരു വിഷമവും സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്ന പോലെ തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ശ്രുതി, ഇത് വലിയൊരു അസുഖത്തിൻ്റെ തുടക്കമാണെന്ന് പറയുമ്പോൾ പ്രീതിക്ക് ചിരി വരാട്ടോ. പ്രീതിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പ്രീതിയും അതുപോലെ തന്നെ ശ്യാമും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്ന സമയത്ത് ശ്രുതി എന്തസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ്. ആകാശ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. അതിനുശേഷം ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ്, അതെ നിൻ്റെ ചേട്ടൻ്റെ കാര്യം ഏകദേശം തീരുമാനമൊക്കെ ആവാനായി, ഇനി അടുത്തത് നിൻ്റെ കാര്യമാണ്. നിൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോടാ? ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, അല്ല നിൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു ഷോളുകാരി പെൺകുട്ടി. ആ പെൺകുട്ടി നിനക്ക് വേറൊരു പെൺകുട്ടിക്ക് നീ ഷോള് കൊടുത്തുന്നോ, ആ ഷോൾ ആ പെൺകുട്ടിയുടെ വേറൊരു ബന്ധുവിനെ കൊടുത്തുന്നോ, അതിൻ്റെ ബന്ധു ഇവിടെ എന്തോ ഒരു ഇടയ്ക്ക് വരുന്നൊരു കുട്ടിയാണെന്നോ ഒക്കെ ഞാൻ അറിഞ്ഞു. എന്താ അതിൽ വരെ സത്യമുണ്ടോ? ചേച്ചി ഒന്ന് പോ ചേച്ചി, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാണ്. ഞാനേ നിൻ്റെ ചേച്ചിയാണ്, എനിക്ക് മനസ്സിലാവുമെന്നൊക്കെ പറയാണ്. എന്താടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ ചേച്ചി, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേച്ചിയെടുത്ത് പറയുമല്ലോ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നടക്കട്ടെ എന്നിങ്ങനെ പറയട്ടെ നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് ആകാശാണെങ്കിൽ ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം മനോരമ നമ്മുടെ ലാവണ്യ അടുത്ത് പറയുന്നുണ്ട്, ലാവണ്യ നിന്നെ അശ്വിൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ആ ഹോൾഡ് ലേഡിയുടെ മനസ്സിൽ ഇടം പറ്റിയാൽ മാത്രമേ നിനക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇടം പറ്റണം, അവരുടെ മനസ്സിലേക്ക് നീ ഇടിച്ചു കയറുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ലാവണ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതെ ആ മുത്തശ്ശിനെ കയ്യിലെടുത്താൽ മാത്രമേ എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുകയുള്ളൂ എന്ന് ലാവണ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോട് വിട്ടിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.